സുഹേൽ നമ്മളിപ്പോൾ കാണുന്നത് ഒരേ ഫാമിലിയാണ് സാർ. അത് അമ്മാവും കുഴന്തയോ? അതായത് ഉന്മേഷ് അതാ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഒരു പിഞ്ചു കുട്ടിയാണ്. അത് കുട്ടിയും കുട്ടിയുടെ അമ്മയുമാണ് ഈ മരിച്ചത്. ഒരു കുടുംബത്തിലെ 2 പേരാണ്. അതാണ് ഇപ്പോൾ അവരുടെ മൃതദേഹം പുറത്തേക്ക് എത്തിച്ചപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളാണ് കുറച്ചധികം മണിക്കൂറുകളായി കരൂർ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ടവരാണ്. സൂരജ് പറഞ്ഞതനുസരിച്ച് ഒരു പിഞ്ചു കുഞ്ഞാണ്, ഒരു ചെറിയ കുട്ടിയാണ്. കുട്ടിയുടെ മൃതദേഹം പുറത്തേക്ക് കുടുംബക്കാർക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിച്ചപ്പോൾ ഉണ്ടായ വികാര പ്രകടനമാണ്. ഇതേപോലെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉറ്റവർ, അവരുടെ പ്രിയ നടനെ, രാഷ്ട്രീയ നേതാവിനെ, വിജയെ കാണാനെത്തിയപ്പോൾ ഇങ്ങനൊരു ദുരന്തം സംഭവിക്കുന്നവർ മനസ്സിൽ പോലും കരുതി കാണില്ല. പക്ഷേ ഇന്നലത്തെ രാത്രി അവരെ സംബന്ധിച്ചിടത്തോളം ദുരന്ത രാത്രിയായിരുന്നു, വേദനിപ്പിക്കുന്ന രാത്രിയായിരുന്നു. അങ്ങനെ അവരുടെ പ്രിയപ്പെട്ടവർ ചലനമറ്റ് കിടക്കുന്നത് കണ്ട് സഹിക്കാനാകാതെ വിങ്ങിപ്പൊട്ടുന്ന മനുഷ്യരാണ് കരൂർ മെഡിക്കൽ കോളേജിന്റെ പരിസരത്താകെ നമുക്ക് കാണാനാകുന്നത്. സൂരജ് ഇവിടെ രാവിലെ എത്തിയത് മുതൽ കാണാനാകുന്ന ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണിത്. പലരും ചികിത്സയിലിരിക്കെ മരിച്ചു, അവിടെ എത്തിക്കുന്നതിന് മുമ്പേ മരിച്ചു. അങ്ങനെ അവരുടെ പ്രിയപ്പെട്ടവരെ ചലനമറ്റിങ്ങനെ കാണാൻ അവർക്കാകില്ല. അത് താങ്ങാനാകാതെ കരയുന്ന വിതുമ്പുന്ന മനുഷ്യർ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരായിരിക്കും ചലനമറ്റ് അവിടെ കിടക്കുന്നത്. ഒരേ കുടുംബത്തിലെ 3 പേർ എന്ന് നേരത്തെ സൂര്യ സൂചിപ്പിച്ചിരുന്നു. ആ കുടുംബമാണോ അത്? അവിടെ ഇപ്പോൾ ആരെയാണ് അവർക്ക് കൈമാറിയിരിക്കുന്നത്? ആ കുടുംബത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ സൂരജ്? സുഹേൽ, എന്തായാലും ഏറെ വേദനാജനകമായ കാഴ്ചകൾ തന്നെയാണ് ഈ കരൂർ മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 2 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ആ 2 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നത്. അത് അമ്മയും മകനുമാണ്. അതായത് ഈ അപകടത്തിൽ ഏറെ ജീവൻ നഷ്ടമായിരിക്കുന്ന ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും തന്നെയാണ്. 9 കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമായത്. അതോടൊപ്പം തന്നെ 17 സ്ത്രീകൾക്ക് ജീവൻ നഷ്ടമായി. അവരെ എല്ലാവരെയും സംബന്ധിച്ചും ഈ താങ്ങാൻ കഴിയുന്നതിനപ്പുറത്താണ് ഈ വേർപാട്. ഈ കുടുംബത്തെയൊക്കെ സംബന്ധിച്ച് ഒരു കുടുംബത്തിലെ തന്നെ 2 പേരുടെ ജീവൻ, അതും ഒരു പിഞ്ചു കുട്ടിയാണ്. ആ കുട്ടിയുടെ ബന്ധുക്കളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ മുത്തശ്ശിയൊക്കെയാണ്. അവരൊക്കെ ഈ വരാന്തയിലൊക്കെ, ആശുപത്രിയുടെ വരാന്തയിലൊക്കെ രാവിലെ മുതൽ തന്നെ, അതായത് ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ വരുന്ന സമയത്തൊക്കെ തന്നെ ഇവരെല്ലാവരും ഈ ആശുപത്രിയുടെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നത്, ഇവർ ഈ കേട്ട ഈ വാർത്തകളൊന്നും ശരിയാകരുതേ എന്നുള്ളതായിരുന്നു ഇവരുടെയൊക്കെ ഈ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആ പ്രാർത്ഥനയെല്ലാം വിഫലമാകുന്നു എന്നുള്ളതാണ്. വിഫലമാകുന്ന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മൃതദേഹവും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഈ പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് ഈ കണ്ണീർ മാത്രമാണ്. ഈ വാവിട്ട് കരയുന്ന കുടുംബാംഗങ്ങളെ അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. അവരെ സംബന്ധിച്ച് ഇന്നലത്തെ പുലരിയൊക്കെ ഈ സമയത്തൊക്കെ ഒന്നിച്ച് ഈ പുലരിയെ വരവേറ്റ ആളുകളാണ്. പുഞ്ചിരിച്ചും ചായ കുടിച്ചും ഭക്ഷണം കഴിച്ചും ഒക്കെ പിരിഞ്ഞ് ഇന്നലെ ഉച്ചയോടുകൂടി പ്രിയപ്പെട്ട താരത്തെ കാണുന്നതിന് വേണ്ടി യാത്ര തിരിച്ച ആളുകളാണ്. അവർ പോയത് വിജയ് എന്ന സിനിമാ താരത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി പോയതാണ്. പക്ഷെ അവർ മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഇത്തരത്തിലൊരു അപകടം അവിടെ പതിയിരിപ്പുണ്ട് എന്ന കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവർ ആ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഒന്നും ഓടി മാറാൻ പോലും കഴിയാതെ ഇതിനിടയിൽ പെട്ടുപോയത് ശരിക്കു പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പിഞ്ചു കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരാണ്. 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന സമയത്ത് ആ കുട്ടിക്കടക്കം പരിക്കേറ്റിരുന്നു. ജീവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. അതായത് ആ തിരക്കിനിടയിൽ പെട്ട് ചവിട്ടേറ്റു പോകുന്ന 1.5 വയസ്സുകാരന്റെ വേദന, ആ കുഞ്ഞ് അനുഭവിച്ച വേദന എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് സുഹൈൽ ചിന്തിച്ചു നോക്കാൻ പോലും കഴിയുന്നതല്ല. ഇവിടെ എത്തിക്കുന്ന സമയത്ത് ഈ മരിച്ചതിൽ ഭൂരിഭാഗം ആളുകൾക്കും ജീവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അവരൊക്കെ എത്രമാത്രം വേദന അനുഭവിച്ചായിരിക്കും ഈ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഈ കണക്ക് കൂട്ടാൻ പോലും കഴിയില്ല. ഈ 39 പേർ മരിച്ചതിൽ 29 പേരും ഇവിടെ എത്തിക്കുമ്പോഴേക്കും അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അവരിവിടെ എത്തി പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് ആർക്കും തന്നെ 29 പേർക്കും ജീവൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിൽ 10 പേർ മാത്രമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അങ്ങനെ ഈ തൽക്ഷണം 29 പേർ മരിച്ചു എന്ന് പറയാവുന്ന തരത്തിലേക്ക് ഈ ദുരന്തം മാറിയപ്പോൾ ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാത്രമായിരിക്കും അവർ അനുഭവിക്കുന്നത്? ദുരന്തമുണ്ടായ കരൂരിൽ നിന്ന് ഈ നാമക്കൽ മെഡിക്കൽ കോളേജിലേക്ക് എത്ര ദൂരമുണ്ട്? ഈ പറഞ്ഞതുപോലെ 29 പേർ തൽക്ഷണം മരിച്ചിരുന്നു, അവിടെ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു പറയുമ്പോൾ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം അടക്കം വൈകിയെന്ന് കൂടിയല്ലേ സൂചിപ്പിക്കുന്നത്? വലിയൊരു ക്രൗഡാണ്, വലിയൊരു കൂട്ടമാണ്. അവിടെ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ പരിക്കേൽക്കുന്നു. ഇവരെ ആ സ്ഥലത്തേക്ക് ചെന്ന് ഒരു റെസ്ക്യൂ നടത്താൻ, ഒരു ദൗത്യം നടത്തി അവർ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നത് സ്വാഭാവികമായും അങ്ങേയറ്റം ദുസ്സഹമായ കാര്യമായിരിക്കും, ദുർഘടമായ ഒരു ദൗത്യമായിരിക്കും. അപ്പോൾ രക്ഷാപ്രവർത്തനം അടക്കം ഏറെ വൈകിയെന്ന് കൂടി സൂചനയല്ലേ ഈ തരുന്നത്?
സുഹേൽ, ഈ അപകടം നടന്ന മേഖലയിൽ നിന്ന് ഈ കരൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ്, അതായത് ഏറിയ സമയം എന്ന് പറയുന്നത് 15 മിനിറ്റ് മാത്രമാണ്. 15 മിനിറ്റ് മാത്രമാണ് അധിക സമയമായി വേണ്ടി വരിക. ബാക്കി സമയം കൊണ്ട്, അതായത് 10 മിനിറ്റ് കൊണ്ടൊക്കെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷേ സുഹേൽ, ഇന്നലെ നമ്മൾ, അതായത് ഈ അപകടം നടന്ന സ്ഥലത്തടക്കം നമ്മൾ എത്തിയതാണ്. പക്ഷേ അവിടെ നിന്ന് ഈ കരൂരിലെ പ്രധാന പാതയിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. പക്ഷേ ഈ പ്രധാന പാതയിലടക്കം ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഇവർക്ക് ഈ പ്രധാന പാതയിൽ നിന്ന് ഈ അപകടം നടന്ന പ്രദേശത്തേക്ക് എത്താൻ പോലും സാധിച്ചിരുന്നില്ല. ആദ്യഘട്ടത്തിൽ, അതായത് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരപ്രകാരം ആദ്യം കുഴഞ്ഞു വീഴുന്നത് ഈ TVKയുടെ ഒരു പ്രവർത്തകൻ തന്നെയാണ്. TVKയുടെ പ്രവർത്തകൻ കുഴഞ്ഞു വീഴുന്നു. അതിനുശേഷം ഈ ആംബുലൻസ് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഈ വിജയ് തന്നെ പരിഹസിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആംബുലൻസ് പോകുന്ന സമയത്ത്, നമ്മുടെ പരിപാടികൾ നടക്കുന്ന സമയത്ത് മാത്രം എന്താണ് ഈ ആംബുലൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്ന തരത്തിൽ വിജയ് തന്നെ ഒരു വേള പരിഹസിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് കുഴഞ്ഞു വീണതാകട്ടെ TVK പ്രവർത്തകനായിരുന്നു. പക്ഷെ പിന്നീട് ഈ സ്ഥിതിഗതികൾ ആകെ മാറുന്നു. അവിടെ ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാതാകുന്നതോടുകൂടി വിജയ് തന്നെ പറയുന്നുണ്ട്, ഒരു കുട്ടിയെ കാണാതെ പോയിട്ടുണ്ട്, സഹോദരങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഈ കുട്ടിയെ തിരയാൻ പറയുന്നുണ്ട്. വിജയ് തന്നെ ഈ വെള്ളം ദാഹിച്ച ആളുകൾക്കിടയിലേക്ക് വെള്ളക്കുപ്പി വലിച്ചെറിയുന്നുണ്ട്. പക്ഷെ പിന്നീട് അവിടെ നിന്ന് വിജയ്ക്ക് വിചാരിക്കുന്നതിനും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സംഘാടകർ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഈ സാഹചര്യം മാറുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത്. ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കുറച്ച് കാലങ്ങളായി ഇവിടെ ഒരു ഈ ആംബുലൻസ് വിവാദം അല്ലെങ്കിൽ ആ ഒരു ആംബുലൻസ് പൊളിറ്റിക്സ് ഏറെക്കാലമായി നിൽക്കുന്നുണ്ട്. പല പരിപാടികൾക്കിടയിലേക്കും ആംബുലൻസ് എത്തുന്നതടക്കം ഈ വലിയ വിവാദമായിരുന്നു. പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയിലേക്ക് ആംബുലൻസ് എത്തുന്നതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ ഈ TVKയുടെ ഒരു പ്രവർത്തകൻ തന്നെ കുഴഞ്ഞു വീഴുകയും അവർക്കിടയിലേക്ക് ആ പ്രവർത്തകനെ കൊണ്ട് ആംബുലൻസ് വന്നതോടുകൂടി വിജയ് അതിനെ പരിഹസിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സ്ഥിതിഗതികൾ ആകെ മാറുന്നു. ഈ രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാകുന്ന തരത്തിലുള്ള ഒരു ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു. വിജയ്ക്കൊഴികെ ബാക്കി ആർക്കും തന്നെ സുരക്ഷിതമായ ആ ആൾക്കൂട്ടത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് ഈ പ്രധാന പാതയെന്ന് വേണ്ട, ഈ പരിപാടി നടന്ന സ്ഥലത്തേക്ക് കിലോമീറ്ററുകൾ നീളത്തിൽ ആളുകളുടെ ചെരുപ്പുകൾ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യത്തിൽ, അതായത് പ്രധാന പാതയിലാകെ തന്നെ, കരൂരിലെ പ്രധാന പാതയിൽ ആകെ തന്നെ ചെരുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതായത് അത്രമാത്രം ജനത്തിരക്കുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പലർക്കും സാധിച്ചില്ല. അത് തന്നെയാണ്, അത് സ്ത്രീകളും കുട്ടികളുമാണ്. ഇപ്പോൾ കാണുന്നതും ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ടുവരുന്നതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ മൂന്നാമത്തെ മൃതദേഹം. അതായത് ഒരു കുടുംബത്തിലെ 3 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന് പറഞ്ഞത് ഇവരാണ്. അതിലെ മൂന്നാമത്തെ മൃതദേഹമാണ്, കുട്ടിയുടെ മൃതദേഹമാണ് കൊണ്ടുവരുന്നത്. വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ വാവിട്ട് കരയുന്നുണ്ട്. ആംബുലൻസ് അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ മൃതദേഹം ഈ ആംബുലൻസിലേക്ക് കയറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ചൊക്കെ ഇത് താങ്ങാൻ കഴിയുന്ന വേദനയല്ല. ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയെ സംബന്ധിച്ച് ഒരു മാലാക കുഞ്ഞിനെ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ആ കുട്ടിയൊക്കെ സംബന്ധിച്ച് ഇന്നലെ രാവിലെയൊക്കെ ഓടിക്കളിച്ച് നടന്ന സമയമാണ്. ഈ സമയം എന്നൊക്കെ പറയുന്ന ആ കുട്ടിയൊക്കെ ഓടിക്കളിച്ച് നടന്ന സമയമാണ്. ആ സമയത്ത് ഇന്ന് കുട്ടി പുഞ്ചിരിയില്ല, ഓടിക്കളിക്കാൻ കഴിയാതെ ചേതനയേറ്റ ശരീരമായ ആ പിഞ്ചു കുഞ്ഞു മാറുന്നു. നിറകണ്ണുകളോടെ അല്ലാതെ നമുക്ക് പോലും ഈ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല സുഹൈൽ. അത്രമാത്രം കൂടിപ്പോലൊരു 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഇന്നലെ ആ രക്ഷിതാക്കളോടൊപ്പം അല്ലെങ്കിൽ ഉറ്റവരോടൊപ്പം കൈചേർത്ത് പിടിച്ച് വിജയെ കാണാൻ നിന്ന കൂട്ടത്തിലായിരിക്കും. അവിടെ നിന്ന് ആ പ്രിയപ്പെട്ടവരുടെ കൈപ്പിടിയിൽ നിന്ന് മാറിപ്പോയതായിരിക്കും ആ പാവം കുഞ്ഞ്. ആ മാറിപ്പോയതിൽ പിന്നീട് ഈ കുടുംബം കാണുന്നത്, അവരുടെ കൈവെള്ളിൽ പിടിച്ചു തൂങ്ങിയിരുന്ന ആ കുഞ്ഞിനെ ഈ കുടുംബം ഇന്ന് കാണുന്ന ചലനമറ്റാണ്, ചേതനയറ്റാണ്. ആ ഒരു വിടവ് താങ്ങാനാകാതെ പൊട്ടിക്കരയുന്ന ഉറ്റവരാണ്. ഇത് ഈ കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറായി കരൂർ മെഡിക്കൽ കോളേജിന് മുമ്പിൽ നിന്ന്, അമരാവതി ആശുപത്രിക്ക് മുമ്പിൽ നിന്ന് നമുക്ക് കാണാനാകുന്ന ഒരു സ്ഥിരം ദൃശ്യമായി മാറുന്നു. അവരുടെ വേദന നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇവന്റ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗം, അത് ഇത്രത്തോളം ഒരു വലിയ ദുരന്തത്തിൽ കലാശിക്കുമെന്ന് നമ്മൾ മനസ്സിൽ പോലും കരുതുന്നില്ല. അവരുടെ പ്രിയപ്പെട്ട നേതാവായിരിക്കാം, താരമായിരിക്കാം, താരം നിലയിലായിരിക്കാം, രാഷ്ട്രീയ നേതാവ് നിലയിലായിരിക്കാം, വിജയ് ഒന്ന് കാണാൻ വേണ്ടി രാവിലെ തടിച്ചുകൂട്ടിയ വലിയ ജനക്കൂട്ടത്തിൽ ഒരു നോക്കൊന്ന് കണ്ട് സംതൃപ്തിയാകാൻ വേണ്ടി വന്ന ജനമാണ്. അവിടെ പ്രായഭേദമന്യ ആളുകളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. നേരത്തെ സൂരജ് പറഞ്ഞതുപോലെ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് അത്രത്തോളം ചെറിയൊരു കുഞ്ഞ് തന്നെയാണ്. അങ്ങനെ പ്രായഭേദമന്യേ
പല പ്രായത്തിലുള്ളവർ, യുവാക്കളുണ്ട്, വയോധികരുണ്ട്, മധ്യവയസ്കരുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരും ചേർന്ന് നിന്നൊരു വലിയ കൂട്ടമാണ്. ആ കൂട്ടത്തിലാണ് വലിയൊരു ദുരന്തമുണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.